കർക്കിടക മാസത്തിലെ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസമാണ് കർക്കിടക വാവ് എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലി തർപ്പണത്തിനും പ്രസിദ്ധമായ ദിവസമാണ്. ഇന്നത്തെ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്കും ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി കരുതുന്നതും. വാവുബലി നടത്തുന്നവർ തലേന്ന് തന്നെ വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിയുന്നു. മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചും ഭക്തി പുരസരം ബലിയിടുന്നു. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്താറുണ്ട്. ആലുവ മഹാശിവരാത്രി മണപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം, തിരുനെല്ലി പാപനാശിനി, വർക്കല പാപനാശം തുടങ്ങിയവ കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ്. കർക്കിടക അമാവാസി ദിനത്തിൽ ദേവന്മാരുടെ മധ്യാഹ്ന വേളയോടൊപ്പം പിതൃക്കളുടെ മധ്യാഹ്ന വേളയും ഒത്തുചേരുന്നു. രണ്ടു കൂട്ടരും ഭക്ഷണ സ്വീകരണത്തിന് സജ്ജരായി തീരുന്നു. അങ്ങനെയുള്ള ഒരേ ഒരു ദിനമാണ് കർക്കിടക അമാവാസി. അതിനാൽ തന്നെ പിതൃബലി ദേവസാന്നിധ്യത്തോടെ നടത്താൻ ഇത്ര ഉത്തമമായ സമയം വേറെ ഇല്ല. ഉദകക്രിയ എന്ന പേരുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രാദ്ധത്തിന് ഏറെ തവണ ആവർത്തിക്കപ്പെടുന്ന പ്രക്രിയയാണ് ജലാഞ്ജലി, ജലതർപ്പണം. പിതൃക്കൾ ഭൂവർലോകവാസികളാണെന്നതും ഭൂവർലോകം ജലതത്വത്തിൽ അധിഷ്ഠിതമാണെന്നുമാണ് പിതൃകർമ്മത്തിലെ ജലപ്രാധാന്യം കൊണ്ട് വ്യക്തമാക്കുന്നത്. പിതൃക്രിയകളിൽ ഉദകതർപ്പണം എന്നാൽ ജലതർപ്പണം എന്നാണ് അർത്ഥം. പരമപ്രധാനമായതിനാലും ദേവസാന്നിധ്യം ക്രിയയ്ക്ക് സുപ്രധാനമായതിനാലും ഉദക സമൃദ്ധി, അതായത് ജലസമൃദ്ധി ഉള്ള കടൽ തീരം, നദീതീരം എന്നിവയിലും ക്ഷേത്ര പരിസരങ്ങളിലും ഒത്തുചേരുന്ന സ്ഥാനങ്ങൾ പിതൃബലിക്ക് ഉത്തമമായ സ്ഥാനങ്ങളായി കരുതുന്നു. കേരളത്തിൽ തിരുനെല്ലി, തിരുനാവായ, വർക്കല പാപനാശം കടൽപ്പുറം, പത്മനാഭന്റെ സാമീപ്യം നിറഞ്ഞ ശംഖുമുഖം കടൽ തീരം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്നിവ പിതൃബലി എന്ന തിലോദക ക്രിയയ്ക്ക് ചേർന്ന പുണ്യകേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. മരിച്ചുപോയ പിതൃക്കൾക്കായി ഹൈന്ദവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം. അരി, പൂവ്, ജലം, എള്ള് തുടങ്ങിയവയാണ് തർപ്പണം ചെയ്യുക. സ്വന്തം പിതാവ് മരിച്ചവർക്കു മാത്രമേ തർപ്പണം ചെയ്യാവൂ എന്നാണ് വിധി. തർപ്പണം ഒരുവന്റെ 3 തലമുറയിലെ പിതൃക്കൾക്ക്, അതായത് പിതാവ്, മാതാവ്, മുത്തശ്ശൻ, മുത്തശ്ശി, മുതുമുത്തച്ഛൻ, മുതുമുത്തശ്ശി, അവരുടെ ഭാര്യമാരോടൊപ്പവും പിന്നെ മാതൃപിതാവിനും മുത്തച്ഛനും മുതുമുത്തച്ഛനും മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് ചെയ്യുന്നത് കറുത്ത വാവ്, ഗ്രഹണം എന്നീ നാളുകളിലാണ്. ശ്രാദ്ധകർമ്മം തർപ്പണവുമായി വിഭിന്നമാണ്. ശ്രാദ്ധം പിതാവ് മരിച്ച നാൾ അഥവാ തിഥി വരുന്ന ദിവസമാണ് ചെയ്യേണ്ടത്. എല്ലാ മാസത്തിലെയും കറുത്ത വാവു ദിവസം പിതൃക്കൾക്കായി തർപ്പണം ചെയ്യാം. എന്നാൽ കർക്കിടക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ജനങ്ങൾ ഈ നാളുകളിൽ കൂട്ടമായി ചെന്ന് തർപ്പണം ചെയ്യുന്നു. ആലുവ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ളതാണ്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതാണെന്നാണ് ശാസ്ത്രം. ജനുവരി 14 മുതൽ 6 മാസം ഉത്തരായനവും ശേഷം ദക്ഷിണായനവുമാണ്. ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തിൽ പോകുന്നത്. ഇതിന്റെ ആരംഭമാണ് കർക്കിടക മാസം. ഇതിന്റെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു. ഭൂമിയിലെ ഒരു മാസം അവർക്ക് ഒരു ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസം. 12 ദിവസത്തിൽ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം. ഇതാണ് കർക്കിടക വാവുബലി. വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം. പ്രപഞ്ചത്തിലെ പാതാളം മുതൽ സത്യലോകം വരെ 14 ലോകങ്ങളിൽ മധ്യഭാഗത്ത് ഭൂമിയും ഭൂമിക്ക് നേർമുകളിൽ ഭുവർലോകം, സ്വർലോകം എന്നിങ്ങനെയാകുന്നു. ഭുവർലോകം പിതൃക്കളുടെ ലോകമാവുന്നു. സ്വർഗം ദേവന്മാരുടെയും. ഭൂമി ഏറ്റവും സ്ഥൂലമായതുകൊണ്ട് ഇവിടെ സ്ഥൂല രൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാകപ്പെടുത്തുന്ന ആഹാരം കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരുന്നു. എന്നാൽ ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇത് പ്രാണമയമാണ്. ശരീരം വിടുന്ന ജീവൻ പ്രാണൻ മാത്രമായി സ്ഥൂലദേഹമില്ലാത്തവനായി പിതൃലോകത്ത് വസിക്കുന്നു. ഭൂമിക്ക് മുകളിലാണല്ലോ പിതൃലോകമായ ഭുവർലോകം. അത് ഭൂമിക്ക് മുകളിൽ സങ്കല്പിക്കപ്പെടുന്ന ജലതത്വമാകുന്നു. പ്രാണനും ജലതത്വം തന്നെ. അപ്പോൾ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ ഭക്ഷണം കഴിക്കാനാവൂ എന്ന് വ്യക്തമാണ്. ആ സങ്കല്പത്തിലാണ് കർക്കിടക നാളിൽ കറുത്ത വാവിന് ജലത്തിൽ പിതൃതർപ്പണം നടത്താറുള്ളത്. ഹിന്ദുമതപ്രകാരം മരണമടഞ്ഞവർ മോക്ഷപ്രാപ്തി നേടുകയാണ് ചെയ്യുന്നത്. വേദങ്ങളിൽ തർപ്പണം ചെയ്യുന്നതിന് വിധികളുണ്ട്. ആപസ്തംഭൻ, ബൗദ്ധായൻ, ദ്രഹ്യായനൻ തുടങ്ങിയവ പല ആചാര്യന്മാർ തർപ്പണത്തിന്റെ വിധികൾ പിന്നീട് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലും സാമവേദത്തിലും ഉള്ള മന്ത്രങ്ങൾ വ്യത്യാസമുള്ളവയാണ്. പല വിഭാഗങ്ങളിലും പല രീതിയിലുള്ള സങ്കല്പങ്ങൾ നിലവിലുണ്ട്. എന്നാൽ പിതൃലോകം
എന്ന ഒരു വിശ്വാസം പുരാണ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെയില്ല. തർപ്പണം ചെയ്യുന്ന ആൾ തലേ ദിവസം മുതൽ ശരീരം പരിശുദ്ധമാക്കാനുണ്ട്. ലൗകിക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അതായത് ഒരു നേരം മാത്രം അരി ഭക്ഷണം, മറ്റു നേരങ്ങളിൽ അരി ഇല്ലാത്ത ഭക്ഷണം എന്നിങ്ങനെ കഴിക്കുന്നത്. അടുത്ത ദിവസം ചന്ദ്രൻ ഉദിക്കുന്നതിന് മുൻപായിട്ടാണ് തർപ്പണം ചെയ്യേണ്ടത്. ആണുങ്ങൾക്ക് മാത്രമേ തർപ്പണം ചെയ്യുവാൻ പാടുള്ളൂ എന്നും ആൺ സന്താനത്തിലൂടെയാണ് പിതാവിന് മോക്ഷം കിട്ടൂ എന്നുമാണ് വിശ്വാസം. എന്നാൽ ഇന്ന് പെണ്ണുങ്ങളും തർപ്പണം ചെയ്തു വരുന്നുണ്ട്. തർപ്പണം കഴിയുന്നതുവരെ കുടിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല എന്നുമാണ് വിധി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. നന്ദി.